മ്യൂസിക്കിനും അപ്പുറം ഒരു ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, ഒരു നിലപാടുള്ള വ്യക്തി കൂടിയാണ് സൂരജ് സന്തോഷ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആദ്യം കപ്പ ടി വിയിൽ ആലായാൽ തറ വേണം എന്ന് പാടിയിട്ട് എന്തൊക്കെയോ തിരിച്ചറിയൽ കൂടി കുറച്ച് കാലം കഴിഞ്ഞ്, കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ആലായാൽ തറ വേണോ എന്നായി ആ ഒരു ചോദ്യം. അപ്പോൾ ആലായാൽ തറ വേണോ എന്നുള്ള ചോദ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് അന്ന് ആ ഒരു സമയത്ത് ഒരുപാട് പേര് ആ ഒരു ആശയത്തിനോട് ചേർന്ന് നിന്ന് ഒരുപാട് സപ്പോർട്ടൊക്കെ തന്ന് ചെയ്തിട്ടുണ്ട്. അതേസമയം കുറച്ച് കാലങ്ങൾക്കിപ്പുറം കെ എസ് ചിത്രയുടെ ഒരു വിവാദത്തിൽ, ആ ഒരു അയോധ്യ പരാമർശത്തിൽ വരുന്നൊരു വിവാദം, ഒരു സൂരജ് സന്തോഷിൻ്റെ ഒരു വിമർശനം ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സൈബർ അറ്റാക്കുകളും സൈബർ ആക്രമണം, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർ നമുക്കെതിരെ വരുമ്പോഴും അതേ നിലപാടിൽ ഉറച്ചു തന്നെയാണ് സൂരജ് ആ സമയത്ത് നിന്നിരുന്നത്. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞു തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു സ്റ്റാൻഡിൽ നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഉറച്ചതിൽ തന്നെ നിൽക്കാനായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു ഇതിലേക്ക് സാധിക്കുന്ന ആ ഒരു സംഭവം എങ്ങനെയാണ്? ഒന്ന്, ഞാൻ പറയുന്നതിനുള്ള ധാരണ എനിക്ക് കൃത്യമായി ഉണ്ട്. ഞാൻ എന്താണ് പറയുന്നതിനുള്ള ധാരണ, കൃത്യമായ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളെ ഞാൻ പറയാൻ പോകാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാനൊന്നും ഒരു കാര്യവും പറയാറില്ല. അത് വിവാദമായി മാറുന്നതാണ്. പിന്നെ ഒരു കലാകാരൻ എന്നൊരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരു സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കലയിൽ രാഷ്ട്രീയം വേണോ എന്നൊക്കെ ഉള്ളത് വളരെ അപക്വമായ ചോദ്യങ്ങളാണ്. കല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഉപാധി തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അതിൽ അതിപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ നമുക്ക് പിന്നെ അഭിപ്രായം പറയുക എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിപ്രായം പറയാനുള്ള അവകാശവും ഉണ്ട്. അപ്പം ആ പൗരൻ എന്ന നിലയിലുള്ള എൻ്റെ അവകാശമാണ് ഞാൻ വിനിയോഗിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വിമർശിക്കുന്നതിനൊന്നും എന്നെ വിമർശിക്കുന്നതിനൊന്നും, ഞാൻ വിമർശനത്തിന് അതീതനൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിമർശനങ്ങൾ ഉണ്ടാവണം എന്നാണ് വിശ്വസിക്കുന്നത്. വിമർശനങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വിമർശനങ്ങൾ ഈ കഴമ്പില്ലാത്തതും ഒരാളെ അടിച്ചമർത്താനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാകുമ്പോഴത്തേക്കുമാണ് അത് വിമർശനമല്ലാതായി മാറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ സ്വാഭാവികമായിട്ടും ആശയങ്ങൾ കൊണ്ട് നേരിടാനാണ് നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് തോന്നുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് വിയോജിപ്പുള്ള കാര്യമാണെങ്കിലും നിങ്ങളുടെ ആശയങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. അല്ലാണ്ട് അതൊരു അധിക്ഷേപത്തിന്റെ സ്വരത്തിലേക്കും അടിച്ചമർത്തലിന്റെ സ്വരത്തിലേക്കും പോകുമ്പോഴത്തേക്കുമാണ് പ്രശ്നമാവുന്നത്. അത് വർക്കിനെ ബാധിക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബാധിക്കാം. നിങ്ങൾ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം എതിരാകുമ്പോൾ ഈ ബഹുഭൂരിപക്ഷത്തിന്റെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ഈ വർക്ക് ചെയ്യുന്നവരും എല്ലായിടത്തും ഉള്ളവരും. സോ അപ്പം അത് ബാധിക്കാണ്ടിരിക്കാം. പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ഓണസ്റ്റായിട്ടും എൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആയിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഞാൻ ആരെയും പ്രീതിപ്പെടുത്താനോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ ബോധ്യങ്ങൾക്കനുസരിച്ചാണ് ഞാൻ എൻ്റെ കല നിർമ്മിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞത് വേണമെന്നുള്ളത് വേണോ എന്ന ചോദ്യം ഉയരുന്നത് നിരന്തരമായ മാറ്റങ്ങളിൽ കൂടിയാണ് മനുഷ്യൻ നവീകരിക്കപ്പെടുന്നത്. അല്ലാണ്ട് ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാം ശരിയാണ് എന്നൊരു പൊസിഷൻ എടുക്കുന്ന ഒരാൾക്ക് മാറ്റവും അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹ്യൂമൻ ആവാനുള്ള പോസിബിലിറ്റി അയാൾ തടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി ഒരിടത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന വഴി. അപ്പോൾ അതിൽ കഴമ്പുണ്ടോ, കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഐ വുഡ് സേ ലൈക്ക് നിരന്തരമായ ചോദ്യം ചെയ്യലായിരിക്കണം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളൊരു ഡോണ്ട് സെറ്റിൽ യുവർ സെൽഫ് എനിവേർ, കീപ് ക്വസ്റ്റ്യനിങ്. കംഫർട്ട് സോണിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. കംഫർട്ട് സോണിൽ നിൽക്കാൻ നമുക്ക് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ പ്രിവിലേജ്ഡ് ആണെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കാൻ മാത്രമേ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എല്ലാവരും അവരാണ് അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഐ എം പ്രിവിലേജ്ഡ് ഇൻ സോ മെനി വേസ്. സോ ഐ ഷുഡ് ബി ദ വൺ ഹൂസ് സ്റ്റാർട്ടിങ്. അപ്പം അത് അവരെല്ലാവരും ചെയ്യുവാണെങ്കിൽ ദ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ്. ഈ ലോകം തന്നെ ഒരു ബെറ്റർ സ്ഥലമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കിത് ബാധിക്കപ്പെടുമോ അല്ലെങ്കിൽ നമ്മുടെ പോവോ എന്നൊക്കെയുള്ള പേടികളുണ്ടല്ലോ. അത് മനസ്സിലാക്കാവുന്നതാണ്, മനുഷ്യന്റെ വികാരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടും എന്താണ് നടക്കുന്നതും കൂടി ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മിണ്ടാണ്ടിരിക്കുന്നത് ഒരു ഭീരുത്വമാണെന്നും നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത് പലതിനും അടിവറ വെക്കലുമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ചുറ്റുമുള്ള രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.